ഒരു സോഫ്റ്റ്വെയറിൻ്റെയും സഹായമില്ലാതെ തന്നെ പെൻഡ്രൈവ് എങ്ങനെ ബൂട്ടബിൾ ആക്കാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇതുപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വിൻഡോസ് 7, 8, 10 തുടങ്ങിയ വിൻഡോസുകൾ ബൂട്ടബിൾ ആക്കാവുന്നതാണ്. അതിന് അഡ്മിനിസ്ട്രേറ്റർ പവറോട് കൂടി കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. cmd എന്ന് ടൈപ്പ് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അഡ്മിനിസ്ട്രേറ്റർ പവറോട് കൂടി കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആവുക. അഡ്മിനിസ്ട്രേറ്റർ പവർ വന്നിട്ടുണ്ടോ എന്നറിയാൻ കമാൻഡ് പ്രോംപ്റ്റിൻ്റെ ടോപ്പിൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ദെൻ ഡിസ്ക് പാർട്ട് എന്നുള്ള കമാൻഡ് ടൈപ്പ് ചെയ്യുക. ഡിസ്ക് പാർട്ട് എൻ്റർ. വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ലിസ്റ്റ് ഡിസ്ക് എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ 2 ഡിസ്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡിസ്ക് 0 എന്നുള്ളത് ഈ സിസ്റ്റത്തിൻ്റെ ഹാർഡ് ഡിസ്ക് ആണ്. ഡിസ്ക് 1 ആണ് ഇവിടെ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ള പെൻഡ്രൈവ് 14 GB. ഇവിടെ ഡിസ്ക് 1 ആണ് പെൻഡ്രൈവ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് കമാൻഡ് സെലക്ട് ഡിസ്ക് 1 അഥവാ പെൻഡ്രൈവിൻ്റെ നമ്പർ സെലക്ട് ചെയ്യുക. ഇവിടെ ഒരിക്കലും മാറാൻ പാടില്ല. സെലക്ട് ഡിസ്ക് 1 അഥവാ ഡിസ്ക് 1 ഈസ് നൗ ദ സെലക്റ്റഡ് ഡിസ്ക് എന്നുള്ളത് വരണം. ഇവിടെ സാധാരണ ഡിഫാൾട്ട് ആയിട്ട് ഡിസ്ക് 0 എന്നുള്ളതാണ് ഹാർഡ് ഡിസ്ക് വരാറുള്ളത്. അതിന് ശേഷമുള്ള നമ്പറുകളാണ് പെൻഡ്രൈവിന് വരാറുള്ളത്. ദെൻ ക്ലീൻ എന്നുള്ള കമാൻഡ് ടൈപ്പ് ചെയ്യുക. അഥവാ പെൻഡ്രൈവിനകത്ത് എന്തെങ്കിലും ഡാറ്റകൾ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഡിസ്ക് 0 എന്ന് സെലക്ട് ചെയ്ത ശേഷം ക്ലീൻ എന്ന് കമാൻഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കിലുള്ള എല്ലാ ഡാറ്റയും നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് പെൻഡ്രൈവിൻ്റെ നമ്പർ ശരിക്കും ശ്രദ്ധിച്ചിട്ട് വേണം സെലക്ട് ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് കമാൻഡ് ക്രിയേറ്റ് പാർട്ടീഷൻ പ്രൈമറി. Enter. Okay, disk part succeed create the specified partition. Next command active. ആക്റ്റീവ് പാർട്ടീഷൻ മാത്രമേ ബൂട്ട് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് പെൻഡ്രൈവ് ആക്റ്റീവ് ആക്കുക. ആക്റ്റീവ്. ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ദെൻ മാനേജ് സെലക്ട് ചെയ്യുക. ഡിസ്ക് മാനേജ്മെൻറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ 2 ഡിസ്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡിസ്ക് 0 എന്നുള്ളത് ഹാർഡ് ഡിസ്ക് ആണ്. ഡിസ്ക് 1 എന്നുള്ളത് പെൻഡ്രൈവ് ആണ്. ഈ പെൻഡ്രൈവ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആക്റ്റീവ് എന്നുള്ള നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആക്റ്റീവ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ദെൻ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒരു ഡ്രൈവ് ലെറ്റർ അസൈൻ ചെയ്യാം. ആഡ് ഏതെങ്കിലും ഒരു ലെറ്റർ നിങ്ങൾ അസൈൻ ചെയ്യുക. ഓക്കെ. ദെൻ പെൻഡ്രൈവ് ഫോർമാറ്റ് ചെയ്യുക. ഫോർമാറ്റ് പാറ്റിൽ തന്നെ ഫോർമാറ്റ് ചെയ്യുക. സ്റ്റാർട്ട്. ഓക്കെ. ഫോർമാറ്റ് കംപ്ലീറ്റ്. ഓക്കെ. ക്ലോസ്. ഇനി ഏത് വിൻഡോസ് ആണോ നിങ്ങൾക്ക് ബൂട്ടബിൾ ആക്കേണ്ടത് അതിൻ്റെ ഡിസ്ക് ഇട്ട ശേഷമോ അല്ലെങ്കിൽ അതിൻ്റെ ഫയൽ കോപ്പി ചെയ്തതുണ്ടെങ്കിൽ എല്ലാം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം കോപ്പി. ദെൻ പെൻഡ്രൈവിനകത്ത് ഇത് പേസ്റ്റ് ചെയ്യുക. ഏത് വിൻഡോസ് ആണോ നിങ്ങൾക്ക് ബൂട്ടബിൾ ആക്കേണ്ടത് അതിൻ്റെ ഡിസ്ക് ഇട്ട ശേഷം അതിലുള്ള എല്ലാ ഫയൽസും കോപ്പി ചെയ്ത് ഡയറക്റ്റ് പെൻഡ്രൈവിലോട്ട് പേസ്റ്റ് ചെയ്യുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പെൻഡ്രൈവിനകത്ത് ഒരു ഫോൾഡർ ഉണ്ടാക്കി അതിലേക്ക് പേസ്റ്റ് ചെയ്തത് ഡയറക്റ്റ് പുറത്തോട്ട് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇനി ബയോസിൽ കയറി ഫസ്റ്റ് ബൂട്ട് ഫ്ലാഷ് ഡ്രൈവ് ആക്കിയ ശേഷം വിൻഡോസ് ലോഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.